ഇവിടെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റ് സിറ്റിയിൽ നിന്നാണ്. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്ട് ആവാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ന്യൂസ് കേട്ട് നിങ്ങളാരും പേടിക്കേണ്ട. വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. സായികുമാർ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഖത്തറിലെയും സൗദിയിലെയും ബഹ്റൈനിലെയും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു വിദേശകാര്യ മന്ത്രാലയം. അടുത്ത 2 മണിക്കൂർ നിർണായകമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോഴത്തെ ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ മുഖ്യമന്ത്രി ലോകയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. മലയാളികളായ പൗരന്മാർക്ക് എല്ലാവർക്കും സഹായം എത്തിക്കുന്നതിന് വേണ്ടി നോർക്കയോട് തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട്, അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് ഇറാൻ സ്ഥിരീകരിക്കുകയാണ്. മറുഭാഗത്ത് കണ്ടില്ലേ, മാധ്യമങ്ങൾക്കെന്ന് പറയുന്നത് ഇത് ആഘോഷമാണ്, ആഘോഷത്തിന്റെ രാവുകളാണ്. അവര് പ്രവാസികളോട് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവർക്ക് ഇതിൽ റേറ്റിംഗ് ആണ് വേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചെറിയ സംഭവങ്ങൾ, രാവിലെ അല്ല, ഒരു 1.5 മണിക്കൂറിന് മുമ്പ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഈ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ബോർഡറുകളിലൊക്കെ ഈ ബോംബ് വീണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഇത്തരം സംഘർഷമായ കാര്യങ്ങളോ ഒന്നും എവിടെയും GCCയിൽ എവിടെയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങളടക്കം ഈ റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ GCC രാജ്യങ്ങൾ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്, എല്ലാ പ്രവാസികളും എന്താ പറയുക ഭയങ്കരമായ ഒരു ദുരിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഇവർ നാട്ടിലുള്ള ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പം സാധാരണക്കാരായ ജനങ്ങളുടെ വിചാരം, അല്ലെങ്കിൽ പ്രവാസികൾ നാട്ടിലുള്ള വീട്ടുകാരുടെ വിചാരം എന്താണെന്നറിയോ, അവര് പേടിച്ചു പോകും. ഇപ്പൊ തന്നെ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ പ്രശ്നം, എങ്ങനെയുണ്ട്, നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന എല്ലാവരോടും സന്തോഷമാണ്. എല്ലാവരോടും പറയാനുള്ളത് സേഫാണ്, ഇതുവരെ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ തന്നെ ഈ രാജ്യം അത് നമുക്ക് അതിൻ്റെതായ മുന്നറിയിപ്പുകൾ മുൻകൂട്ടി തരുന്നതായിരിക്കും. അല്ലാണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു ന്യൂസുകളും നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന തന്തയില്ലായ്മ പ്രവർത്തനമാണ്. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നല്ലാതെ ഒരു മാധ്യമങ്ങൾക്ക് നമ്മളോടോ പ്രവാസികളോടോ നിങ്ങളോടോ ഒരു പ്രതിബദ്ധത ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണ്, മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തട്ടെ. ഞാനിപ്പം കുവൈത്തിൽ നിങ്ങൾ കണ്ടില്ലേ, കുവൈറ്റ് സിറ്റിയിൽ നിന്നുള്ള വീഡിയോ, കുവൈറ്റ് സിറ്റിയിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം റംസാനാണ്, കുറച്ച് ട്രാഫിക് തിരക്ക് കുറവാണ്. കാരണം ഇന്ന് ഓഫീസൊക്കെ അവധിയായുണ്ടാവും, ചിലപ്പോൾ ചില കടകളൊക്കെ അടച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ അങ്ങനെ ഉള്ളതായിട്ട് ഇതുവരെ ആരും റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പാനിക് ആവേണ്ട ഒരു കാര്യവുമില്ല. നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ് പറയാനുള്ളത്. അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ മതി, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. പക്ഷേ ഈ മാധ്യമങ്ങൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ആരും ബേജാറാവണ്ട. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.